അടുത്ത ഷേപ്പ് നമുക്ക് പഠിക്കാനുള്ളത് സിലിണ്ടർ. സിലിണ്ടർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സിലിണ്ടർ കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ആയിരിക്കും അല്ലെ? അല്ലേ? ഗ്യാസ് സിലിണ്ടർ അല്ലേ കേട്ടെ? അല്ല, ബെനീറ്റ വേറെന്തോ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? മിസ് പറഞ്ഞതുപോലെ തന്നെ. എന്ത്? ഗ്യാസ് സിലിണ്ടർ അല്ല, അതല്ല. സിലിണ്ടർ തന്നെ കേട്ടിട്ടുണ്ടോ? ആ, എവിടെയാ കേട്ടെ? കേട്ടിട്ടുണ്ട്. എന്താന്നറിയില്ല അല്ലേ? ജെവിൻ എന്തോ കേട്ടിട്ടുണ്ട്. ജെവിൻ എവിടെയാ കേട്ടെ സിലിണ്ടറിന്? എവിടെയാ കേട്ടത് ജെവിൻ? പെട്ടെന്ന് പറ. പോയോ? കാണുന്നില്ലല്ലോ. ഓക്കെ, അലൻ? ഞാനും സിലിണ്ടറിന് കേട്ടിട്ടുണ്ട്. സിലിണ്ടറിന് കേട്ടിട്ടുണ്ട്. എന്താന്നറിയോ? യെസ്. എന്താ സിലിണ്ടർ? സിലിണ്ടർ ഇങ്ങനത്തെ ഷേപ്പിലുള്ള പെൻസിലിന്റെ അതേ ഷേപ്പിലുള്ള അടിയിലും താഴെയിലും വരയ്ക്കാൻ പറ്റുന്ന പോലത്തെ. വരയ്ക്കാൻ പറ്റുന്ന പോലത്തെ ഇങ്ങനത്തെ ഷേപ്പിലുള്ളത്. ഇങ്ങനത്തെ ഷേപ്പിലുള്ളത് അതന്നെ, അങ്ങനത്തെ ഷേപ്പ് തന്നെ. അതന്നെ സിലിണ്ടർ. ഓക്കെ, അപ്പൊ എന്താ സിലിണ്ടർ എന്നറിയോ? നിങ്ങള് ഈ ഏതാ ഇപ്പൊ എക്സാമ്പിൾ പറയാ? മിൽക്ക് മെയ്ഡിന്റെ കുപ്പി കണ്ടിട്ടുണ്ടോ? മിൽക്ക് മെയ്ഡിന്റെ കണ്ടിട്ടുണ്ടോ? ആ ബോട്ടിൽ ടിന്നില്ലേ, റൗണ്ട് ഷേപ്പിലുള്ള ടിൻ, ഒരു നീല കളറിലുള്ള ടിൻ, മിൽക്ക് മെയ്ഡിന്റെ ആ ഷേപ്പാണ് എന്ത്? സിലിണ്ടർ. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാം. നമ്മുടെ സാധാരണ ബോട്ടിലില്ലേ, വെള്ളം കുടിക്കാൻ എടുക്കുന്ന ബോട്ടിൽ, പ്ലെയിൻ ബോട്ടിൽ ആയിരിക്കണം. ഈ ഒടിവ് ചതവൊക്കെ ഒന്നുള്ള ബോട്ടിലല്ല. അതാ നിഹാര കാണിച്ചു തരുന്നത് സിലിണ്ടർ ഷേപ്പ്. That is the best example for cylinder shape. കണ്ടോ? നിഹാര കാണിച്ചു തരുന്നത് കണ്ടോ? അലൻ മാത്യു, മോൻ കാണിച്ചു തരുന്ന ബോട്ടിലില്ലേ, ആ ബോട്ടിലിന്റെ മേലെ ഭാഗം കട്ട് ചെയ്യണം, എന്നാലേ സിലിണ്ടർ ഷേപ്പ് കിട്ടുള്ളൂ. കാരണം അത് താഴെ നിന്ന് മേലേക്ക് വരുമ്പോ ചെറുതായി വരുന്നില്ലേ, ആ ചെറുതായി വരുന്ന ഭാഗം കട്ട് ചെയ്താൽ കിട്ടുന്ന ബാക്കിയുള്ള ഷേപ്പാണ് സിലിണ്ടർ. റിലു കാണിച്ചു തരുന്നുണ്ട്. അതെന്താ, മഗ്ഗാണോ മോളെ? യെസ്, മഗ്ഗിന്റെ ആ പിടി അങ്ങ് എടുത്തു കളഞ്ഞാല് ബാക്കി കിട്ടുന്ന സാധനം ഇല്ലേ, അതാണ് സിലിണ്ടർ ഷേപ്പ്. അതായത് അതിന് ഒരു സിലിണ്ടർ ഷേപ്പിന് രണ്ട് ഫേസ് ഉണ്ടാവും, രണ്ട് പ്ലെയിൻ ഫേസ് ഉണ്ടാവും, മേലെയും താഴെയും. ആ മേലെയും താഴെയുള്ള ഫേസ് ഏത് ഷേപ്പ് ആയിരിക്കും? സർക്കിൾ ആയിരിക്കും. ഓക്കെ, സർക്കിൾ ഷേപ്പിലായിരിക്കും. നിഹാര ആ സാധനം ഒന്നിങ്ങനെ ചേരിച്ചു പിടിച്ചേ, കണ്ടോ? സർക്കിൾ ഷേപ്പ് കണ്ടോ? മേലെയും താഴെയും ഒരേപോലുള്ള സർക്കിൾ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, സൈഡിലോ കർവ്ഡ് എഡ്ജ് ആയിരിക്കും, വളഞ്ഞിരിക്കുന്ന ഒരു. ഇപ്പൊ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് എക്സാമ്പിൾ ഇപ്പൊ കാണിച്ചു തരാം. ദാ ഈ ഒരു പേപ്പർ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങ് ഒട്ടിച്ചു വെച്ചു. ഇവിടെ ഇങ്ങ് ഒട്ടിച്ചു വെച്ചാല് ഇതാ താഴെ ഭാഗത്ത് സർക്കിൾ, മേലെ ഭാഗത്ത് സർക്കിൾ. ഇത് ഒരു വളഞ്ഞിരിക്കുന്ന ഒരു പ്രതലം അല്ലെ, സൈഡിൽ ഒരു വളഞ്ഞിരിക്കുന്ന പ്രതലം. അങ്ങനെയാണല്ലോ. ദിസ് ഷേപ്പ് ഈസ് കോൾഡ് സിലിണ്ടർ ഷേപ്പ്. അതായത് രണ്ട് സൈഡിലും ഒരേപോലുള്ള സർക്കിളും, രണ്ട് വശത്തും രണ്ട് എഡ്ജിലും ഒരേപോലുള്ള സർക്കിളും, പിന്നെ ഒരു കർവ്ഡ് എഡ്ജും, പിന്നെ ഒരു വളഞ്ഞിരിക്കുന്ന വശവും കൂടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? സിലിണ്ടർ എന്ന് പറയുന്നത്. സഫയ്ക്ക് എന്താ മോളെ പറയാനുള്ളത്? മിസ്സേ, ഡ്രം.
ആ ഡ്രം. ഓക്കെ, അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലേ? ഡ്രം കണ്ടിട്ടില്ലേ എല്ലാവരും? ഡ്രം എന്ന് വെച്ചാല് ഇങ്ങനെ വളഞ്ഞിങ്ങനെ മടക്കും കുത്തൊന്നും ഉള്ളതൊന്നും അല്ല. ആ വലിയ ഇരുമ്പിന്റെ വലിയ ഡ്രം ഇല്ലേ, ഈ റോഡ് പണിക്കൊക്കെ എടുക്കുന്ന വലിയ ഡ്രം, അതാണ് സിലിണ്ടർ ഷേപ്പ്. റിലുവിന്റെ കയ്യിലുള്ള എക്സാമ്പിൾ എന്താ? അതെന്താ സാധനം? കാണുന്നില്ലല്ലോ. എന്താ അത്? പെയിന്റ് ആക്കിയതാ? ആഹാ, ആരാക്കിയതത്? വെരി ഗുഡ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സിലിണ്ടർ ഷേപ്പ് മനസ്സിലായോ? ഷഹ്മ കാണിച്ചു തരുന്നുണ്ട് സിലിണ്ടർ ഷേപ്പിന്റെ അടിഭാഗം. അപ്പൊ സിലിണ്ടർ ഷേപ്പിന് രണ്ട് സൈഡും ഒരേപോലുള്ള സർക്കിൾ ആയിരിക്കണം. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആവാൻ പാടില്ല, ഒരേപോലുള്ള സർക്കിൾ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സിലിണ്ടർ ഷേപ്പ്. പേജ് നമ്പർ 99 എടുത്തേ എല്ലാവരും. പേജ് നമ്പർ 99. അതിന്റെ ഏറ്റവും മേലേക്ക് ഉണ്ടോ ഒരു സിലിണ്ടർ ഷേപ്പ്? ഇതാ പിക്ചർ കൊടുത്തിരിക്കുന്നതുണ്ടോ? കണ്ടില്ലേ? ഓക്കെ, അപ്പൊ അവിടെ ഒരു പ്ലെയിൻ ഫേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര പ്ലെയിൻ ഫേസ് ഉണ്ട്? അതിന് 2 പ്ലെയിൻ ഫേസ് ഉണ്ട്. ഓക്കെ, 2 പ്ലെയിൻ ഫേസും ഏത് ഷേപ്പിലാണ് ഉള്ളത്? സർക്കിൾ ഷേപ്പില്. സർക്കിൾ ഷേപ്പിലുള്ള 2 പ്ലെയിൻ ഫേസ്, പിന്നെ ഒരു കർവ്ഡ് ഫേസ്, ഒരു വളഞ്ഞിരിക്കുന്ന ഫേസ്. വളഞ്ഞിരിക്കുന്ന ഫേസും ഉണ്ട്. പിന്നെ എഡ്ജസ്. എഡ്ജസ് എങ്ങനെയാ പറയാ? നമുക്ക് ഈ ക്യൂബോയിഡ് ഷേപ്പിന്റെ എഡ്ജസ് എണ്ണാൻ പറ്റുമായിരുന്നു അല്ലെ? എത്ര എഡ്ജസ് ഉണ്ട് എന്ന് എണ്ണാൻ പറ്റുമായിരുന്നു. എന്നാല് ഈ ഒരു ഷേപ്പിലുള്ള സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജ് എണ്ണാൻ പറ്റുമോ? ഇതിന് എത്ര എഡ്ജ് ഉണ്ട്? ഇതാ ഇവിടെ എണ്ണാൻ പറ്റുമോ? ഇല്ല. ഈ എഡ്ജ് എത്ര എണ്ണാന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുപോലുള്ള 2 എഡ്ജ് ഉണ്ട് അല്ലെ? മേലെയുണ്ട് താഴെയുണ്ട്, 2 എഡ്ജ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിലിണ്ടർ ഷേപ്പ് ഹാസ് 2 curved edge. വളഞ്ഞിരിക്കുന്ന വശമല്ലേ ഇത്? വളഞ്ഞിരിക്കുന്ന വശമല്ലേ? സോ സിലിണ്ടർ ഷേപ്പ് ഹാസ് 2 curved edge. 2 curved edge. അപ്പൊ ഒരു സിലിണ്ടർ ഷേപ്പിന് 2 പ്ലെയിൻ ഫേസ് ഉണ്ട്, ഒരു കർവ്ഡ് ഫേസ് ഉണ്ട്, 2 കർവ്ഡ് എഡ്ജസും ഉണ്ട്. ആർക്കൊക്കെയോ എന്തൊക്കെയോ പറയാനുണ്ട്. എന്താ നോക്കട്ടെ. അലൻ മാത്യു എന്താ പറയാനുള്ളത്? പറ. ഫെവിക്കോളിന്റെ ബോട്ടിൽ അല്ലേ? കണ്ടോ എല്ലാവരും? എക്സാമ്പിൾ കണ്ടോ സിലിണ്ടറിന്റെ? ഓക്കെ, ആവണിക്ക് എന്താ പറയാനുള്ളത്? മിസ്, ഇപ്പൊ ക്ലാസ് തന്നാനെ കട്ടായി പോയിനി. അതിവിടെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാന്ന് മിസ് പറഞ്ഞില്ലേ? ഇപ്പൊ എന്നിട്ട് പറഞ്ഞില്ലേ? മിസ്, ക്ലാസ് കട്ടായി പോയതല്ല, പിന്നെ ഇത് തന്നാനെ മൊത്തം പോയി ക്ലാസ് കാണുമ്പോ. എന്നാ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ആയിനി ഒരിക്ക. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഇല്ല. ഓക്കെ, ഇനി അജിസൽ എന്താ പറയാൻ? ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ വിളിച്ചോണ്ട് ടീച്ചർ പറഞ്ഞ തിരിഞ്ഞില്ല. ആണോ? സിലിണ്ടർ ഷേപ്പിന്റെ കാര്യ പറഞ്ഞേ. മിസ് അത് മോനൊന്ന് യൂട്യൂബ് ക്ലാസ് കേട്ടോ കേട്ടോ. ഓക്കെ ടീച്ചറെ, ഈ മൊബൈലിൽ യൂട്യൂബ് പറ്റില്ല. കാണത്തില്ലേ? പറ്റില്ല. വേറെ ഫോണില്ലേ? അതിപ്പോ കടയിലേക്ക് കൊണ്ടുപോയി. വന്നിട്ട് കണ്ടാ മതി. അപ്പൊ രാത്രി വരുവാ? രാത്രി വന്നിട്ട് കണ്ടാ മതി കേട്ടോ. ഓക്കെ, ഇനി വേറെ ആർക്കാ? നിത കൊറേ നേരമായിട്ട് കൈ കുന്തിക്കുന്നുണ്ട് അല്ലെ? എന്താ മോളെ?
എവിടെ നിത? ഗ്യാസ്. ഗ്യാസ് സിലിണ്ടറോ? വേറെ ആരാ? ഓക്കെ, എന്താ അലൻ? മിസ് ആ ചതയ്ക്കുന്ന ചതയ്ക്കുന്ന ആ അടിച്ചിട്ട് ആ ആക്സില്. ആഹാ, ഇതൊക്കെ എവിടുന്നാ ഇപ്പൊ കിട്ടിയേ എക്സാമ്പിള് പറയാൻ? ആരെടുത്തോണ്ട് തന്നതാ? അമ്മ തന്നതാ? യെസ്. വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും സിലിണ്ടർ എന്താണ് ശരിക്കും മനസ്സിലായല്ലേ? ഷേപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നത്തെ ഹോംവർക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കിൾ എഴുതി ട്രയാങ്കിൾ എഴുതി എക്സാമ്പിൾ. ഇന്ന് ക്യൂബോയിഡ്, ക്യൂബ്, സിലിണ്ടർ. ക്യൂബോയിഡും ക്യൂബും സിലിണ്ടറും. ഓക്കെ, അതിലുള്ള എക്സാമ്പിൾസ് നിങ്ങളുടെ വീടിന് ചുറ്റും വീട്ടിൽ ഫുള്ള് നടന്നിട്ട് ഏതൊക്കെ എക്സാമ്പിൾ കിട്ടുമോ അതൊക്കെ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാം കേട്ടോ. പരമാവധി കണ്ടുപിടിക്ക. ആരുടെ സഹായം ഒന്നും തരണ്ട, നിങ്ങൾ ഒറ്റക്ക് തന്നെ എഴുതിക്കോ. എന്നിട്ട് മിസ്സിനെ പേഴ്സണലായിട്ട് അയച്ചു തരാം കേട്ടോ. എഴുതിയിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് എല്ലാവരും ഒന്ന് യൂട്യൂബ് കണ്ടിരിക്കണേ, കാരണം ഇടക്ക് കുറെ പേർക്ക് കട്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ക്ലാസ് യൂട്യൂബ് മസ്റ്റ് ആയിട്ടും കണ്ടിട്ടുണ്ടാവണം കേട്ടോ. ചിലപ്പോ 2 പാർട്ടായിട്ട് 2 ലിങ്ക് ആയിരിക്കും തരാ. 2 ലിങ്കും എന്തായിട്ടും കാണണം കേട്ടോ. മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി കാണാൻ പറ്റും. എന്താ ബെനീറ്റ, എന്തെങ്കിലും പറയാനുണ്ടോ? നോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഇപ്പൊ തന്നെ ബൈ. ബൈ.